ജയ് നേരെ പോയത് ഡെവിയുടെ വീട്ടിലേക്കായിരുന്നു. ഇന്നത്തെ അഗ്നിയുടെ അവസ്ഥ ജയ് വല്ലാതെ ഉലച്ചിരുന്നു. ബദ്രയെ കാണണം. ഇന്ന് അവളുടെ സാമീപ്യമില്ലാതെ തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവൻ നേരെ ഡെവിയുടെ വീടിനകത്തേക്ക് പോയി. ചെന്നപ്പോൾ ഡെവി സോഫയിൽ ഇരുന്ന് TV കാണുന്നതാ അവൻ കണ്ടത്. എന്താണ് അളിയ, ഇപ്പൊ ഇങ്ങോട്ടുള്ള വരവ് കൂടുതലാണല്ലോ. എന്നാ പിന്നെ കൊച്ചിനെ അങ്ങ് വിളിച്ചോണ്ട് പൊയ്ക്കൂടെ? പിന്നെന്താ നിന്റെ കയ്യിൽ? ജയയുടെ കയ്യിലേക്ക് നോക്കി ഡെവി സംശയത്തോടെ ചോദിച്ചു. ഭദ്രയ്ക്ക് ഞാൻ ഇതുവരെ ഒന്നും വാങ്ങി കൊടുത്തിട്ടില്ലല്ലോടാ, അതുകൊണ്ട് ഒരു സാരി വാങ്ങിയതാ. ധാവണിയാണ് പെണ്ണ് കൂടുതൽ ഉടുക്കാറുള്ളത്. പക്ഷെ സാരിയിൽ കാണാനല്ലേ ഏതൊരു ഭർത്താവും ആഗ്രഹിക്കുന്നത്. ഹോ അങ്ങനെ. ഡെവി അവനെ കളിയാക്കിക്കൊണ്ട് ഒരു താളത്തിൽ പറഞ്ഞു. ഡാ മതി. ജയ് ഒരു ശാസനയോട് പറഞ്ഞു. ഭദ്ര എന്തിയേടാ? അവളെ അവിടെ കാണാത്തത് കൊണ്ട് ഡെവിയോടായി അവൻ ചോദിച്ചു. നീ ഇപ്പൊ എന്നെ കാണാനല്ലല്ലോ വരുന്നേ, ഭാര്യയെ കാണാനല്ലേ. അത്ര പറ്റുന്നില്ലെങ്കിൽ കൊണ്ടുപോകുകയുമില്ല. മിക്കവാറും നിന്റെയും ശ്രീയുടെ രണ്ടാമത്തെ കല്യാണം നടക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. പറഞ്ഞുകൊണ്ട് ഡെവി സോഫയിൽ നിന്ന് എഴുന്നേറ്റ് മുന്നിലേക്ക് നടന്നു. മുന്നോട്ട് നടന്ന ഡെവിയുടെ പുറം നോക്കി ജയ് ഒന്ന് കൊടുത്തു. ഡെവി ദയനീയമായി അവനെ തിരിഞ്ഞു നോക്കി. നീ എന്നെ കൊല്ലുവോടാ? നിനക്ക് എന്റെ പുറം കാണുമ്പോ മാത്രം എന്താടാ ഇത്ര ദേഷ്യം? എന്റെ മാതാവേ, ഇങ്ങനെ പോയ ഇവൻ എന്റെ പുറം ചെണ്ടയാക്കുവേ. അവൻ മുകളിലേക്ക് നോക്കി ആരോടെന്നില്ലാതെ പറഞ്ഞു. ഡെവി, നീ ഇത് പറഞ്ഞില്ലല്ലോ, അവൾ എന്തിയേ? ജയ് അവനോട് പിന്നെയും ചോദിച്ചു. കൊച്ചു റൂമിലല്ലാതെ എവിടെ പോകാനാടാ? അവൻ പരിഭവത്തോടെ പറഞ്ഞു. നിനക്ക് ചായ എടുക്കട്ടെ? ജയോടായി അവൻ ചോദിച്ചു. നല്ല തലവേദന ഉണ്ടടാ, എനിക്ക് ചായ വേണം. നെറ്റി ഒഴിഞ്ഞുകൊണ്ട് ജയ് പറഞ്ഞു. എന്താടാ, എന്തേലും പ്രശ്നമുണ്ടോ? ഡെവി ജയുടെ തോളിൽ കൈ ചേർത്തുകൊണ്ട് ചോദിച്ചു. ജയ് തിരിഞ്ഞു മുകളിലേക്ക് നോക്കി. ഇല്ല ജയ്, മോൾ ഇനി ഇപ്പോഴേ താഴോട്ട് വരില്ല. പുറത്തു പോയോണ്ട് നല്ല ക്ഷീണമുണ്ട് കൊച്ചിന്, കിടക്കുമായിരിക്കും. അവ മുകളിലേക്ക് നോക്കി അർത്ഥം മനസ്സിലായി എന്ന പോലെ ഡെവി പറഞ്ഞു. ഡെവി, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ജയ് പറഞ്ഞുകൊണ്ട് ഇന്ന് അഗ്നിയെ കണ്ട കാര്യമെല്ലാം വിശദമായി ഡെവിയോട് പറഞ്ഞു. ഡെവി തറഞ്ഞു നിന്ന് പോയി. ജയ്, ഇനി എന്താടാ ചെയ്യണ്ടേ? ഡെവി ഒരു സംശയത്തോടെ ജയ്യോട് ചോദിച്ചു. വരട്ടെ, നോക്കാം. അവന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ നമുക്കെതിരെയോ ഭദ്രയെ നേടിയെടുക്കാൻ പാകത്തിൽ ഒന്നും തന്നെ നടക്കാത്തത് കൊണ്ട് നമുക്ക് നിശബ്ദത പാലിക്കാം. പക്ഷെ അവൻ എന്റെ പെണ്ണിനായി വന്ന അത് പറയുമ്പോൾ അവന്റെ വാക്കുകളിൽ തന്റെ പെണ്ണിനെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊരു ഉറപ്പ് ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. രവി കൊടുത്ത ചായ കുടിച്ചവൻ മുകളിലേക്ക് സ്റ്റെപ്പുകൾ കയറി. നീ ഇന്ന് പോകുന്നില്ലല്ലോ? രവി ഒരു സംശയത്തോടെ ചോദിച്ചു. ഇല്ലടാ, ഞാൻ ഇനി നാളെ പോകൂ. ഇന്ന് എനിക്ക് എന്റെ പെണ്ണിന്റെ കൂടെ സമയം ചിലവഴിക്കണം പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോയവൻ. ഡെവി അവൻ പോകുന്നത് നോക്കി ഒരു പുഞ്ചിരിയോടെ നിന്നു. പിന്നെ ഡെവി തന്റെ പുറമൊന്ന് തടവി. കാലൻ, എന്നെ അടി അടിച്ചേ. പിന്നെ ജയ് അഗ്നിയുടെ കാര്യം പറഞ്ഞതൊക്കെ അവന് നേരിയ ആശങ്ക പ്രകടമായി. ഇനി എന്തൊക്കെയാണോ ഇവരുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നത്? അവനൊരു നെടുവേർപ്പോട് ഓർത്ത് മുന്നോട്ട് നടന്നു. ജയ് നേരെ ഭദ്രയുടെ റൂമിലേക്ക് എത്തി. എന്നത്തെ പോലെ റൂം ലോക്ക് അല്ലായിരുന്നു. അവൻ അകത്തേക്ക് കയറി. ഭദ്ര കുളി കഴിഞ്ഞിറങ്ങിയതും ഒരുമിച്ചായിരുന്നു. ഇന്ന് പോയതിന്റെ ക്ഷീണം അവളിൽ നല്ലതുപോലെ ഉണ്ടായിരുന്നു. വന്നപ്പോ തന്നെ ഒന്ന് കിടന്നു. ഇപ്പോഴാണ് എഴുന്നേൽക്കുന്നത് എങ്കിൽ അങ്ങ് പോയി കുളിച്ചു കളയാം എന്ന തോന്നലിൽ അവൾ പോയി കുളിച്ചിറങ്ങിയപ്പോഴാണ് ജയ് വരുന്നത്. ഇടുപ്പിന് താഴെ വരെ കിടക്കുന്ന ഒരു ബനിയനും ഒരു 3/4 പാന്റുമായിരുന്നു പെണ്ണിന്റെ വേഷം. ഇടുപ്പോളമുള്ള മുടി നന്നായി തുവർത്തി അത് വിടർത്തിയിട്ടിട്ടുണ്ട്. കുളിച്ചതിന്റെ ഫലമായി അവളുടെ മുഖത്തും കഴുത്തിലുമായി വെള്ളത്തുള്ളികൾ പറ്റിച്ചേർന്ന് കിടപ്പുണ്ട്. അവൻ ഡോർ ലോക്ക് ചെയ്ത് മുന്നോട്ട് നടന്നു. ഡോർ അടയുന്ന ശബ്ദം കേട്ടിടത്തേക്ക് നോക്കിയവൾ അമ്പരപ്പോടെ അവനെ നോക്കി നിന്നു. അവൻ പാഞ്ഞു വന്ന് അവളെ ഇറുക്കെ പുണർന്ന് അങ്ങനെ നിന്നുപോയി. അവന്റെ മനസ്സ് ശാന്തമാകുന്നവരെ അങ്ങനെ നിന്നുപോയി. അവളുടെ ശരീരത്തിന്റെ തണുപ്പിനാൽ അവന്റെ മനസ്സും ശരീരവും ഒരുപോലെ നിറഞ്ഞിരുന്നു. അവന്റെ മനസ്സിലെ അവളെ നഷ്ടമാകും എന്ന ടെൻഷൻ ആ നിമിഷം എങ്ങോ പോയി മറയുന്നത് പോലെ അവന് തോന്നി. ഭദ്രയ്ക്ക് ആ നിമിഷം ഒന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല. എത്ര സമയം അങ്ങനെ നിന്നുവെന്ന് പോലും ഇരുവരും അറിഞ്ഞില്ല. അവൻ അവളിൽ നിന്ന് മാറി അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് ആ മുഖം മുഴുവൻ ചുംബിച്ചു. നെറ്റിയിൽ, കണ്ണുകളിൽ, മൂക്കിൻ തുമ്പിൻ, ഇരു കവളുകളിലും എല്ലാം അവൻ മാറി മാറി ചുംബിച്ചു.
പിന്നെ ആ ചുംബനം ചുണ്ടിലെത്തിയതും അവൻ അവളെ ഒന്ന് നോക്കി. കണ്ണുകളടച്ച് കവളുകളിൽ ചുമപ്പ് പടർന്ന് ഇരു കൈയും ഇട്ടിരിക്കുന്ന ബനിയലിൽ മുറുക്കി പിടിച്ച് നിൽക്കുകയാണ് പെണ്ണ്. അവന്റെ പ്രണയം അതെന്തായാലും സ്വീകരിക്കാൻ എന്ന പോലെ അതവനിൽ എന്തെന്നില്ലാത്ത സന്തോഷവും ആവേശവും കൊണ്ടെത്തിക്കുന്നതായിരുന്നു. അവളുടെ മൗനം സമ്മതമാക്കി ആ ചുണ്ടുകളെ പതിയെ കവർന്നെടുത്തു. ആ നിമിഷം ഭദ്ര കണ്ണുകൾ തുറന്നു. പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ ആ ചുംബനത്തിൽ അവളുടെ കണ്ണുകൾ വല്ലാതെ വികസിച്ചു പോയി. പിന്നത് താനെ അടഞ്ഞുപോയി. പൂവിൽ നിന്ന് വണ്ട് തേൻ കുടിക്കുന്ന പോലെ അത്രയും മൃദുലമായുള്ള ചുംബനം. അവൻ അവളുടെ ആ കട്ടിച്ചുണ്ടിന് അത്രയും പ്രണയത്തോടെ ചുംബിച്ചുണർത്തി. ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ അവൾക്ക് ശ്വാസം മുട്ടുന്ന പോലെ അവന്റെ ഷട്ടിലെ പിടിമുറുക്കിയതും മനസ്സില്ല മനസ്സോടെ അവയെ വിട്ടു നൽകി കഴുത്തിലേക്ക് അവന്റെ മുഖം സ്ഥാനം പിടിച്ചു. അവിടമാകെ അവൻ പ്രണയമുദ്രകൾ നൽകി. അവളുടെ ചെവി ഒന്ന് കടിച്ചുകൊണ്ട് അവളോട് ആർദ്രമായി പറഞ്ഞു, ഭദ്രെ, നീ എന്റേത് മാത്രമാണ്. മറ്റാർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ നിന്നെ. മരണത്തിന് പോലും വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയില്ല. നിന്നെ സ്നേഹിക്കാനും നിനക്ക് സ്വന്തമെന്ന് പറയാനും നിന്നെ ചേർത്ത് പിടിക്കാനും പ്രണയിക്കാനും വഴക്ക് പറയാനും എല്ലാം എനിക്ക് മാത്രം അവകാശമുള്ളൂ. കാരണം നീ ഈ ആഞ്ജനയുടെ മാത്രമാണ്. അവൻ അത്രയും പ്രണയത്തോടെ, എന്നാൽ അവന്റെ വാക്കുകളിൽ തന്റെ പെണ്ണിനോടുള്ള അധികാരം അവനിൽ ഉണ്ടായിരുന്നു. അതുപോലെ ഇനി എന്ത് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായാലും അത് ഒരുമിച്ച് നേരിടും. അവളെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്നൊരു ധ്വനി കൂടി ഉണ്ടായിരുന്നു. പെണ്ണിനൊന്നും മനസ്സിലായില്ല. അവൾ അവനെ അമ്പരപ്പോടെ നോക്കുന്നുണ്ട്. അത് കണ്ട് അവൻ കണ്ണു ചിമ്മി കാണിച്ചു. വീണ്ടും ആ കഴുത്തിലേക്ക് മുഖം ചേർത്തു. അത് പ്രതീക്ഷിക്കാതെ അവൾ പെരുവിരലിൽ ഒന്ന് ഉയർന്നു പോയി. അവൻ ആ ഇടുപ്പിലായി പിടിച്ച് അവളെ നേരെ നിർത്തി അവിടെ കിടന്ന ടേബിളിലേക്ക് അവളെ എടുത്തിരുത്തി. എല്ലാം പെട്ടെന്നായിരുന്നു. അവൾ കണ്ണു തുറന്ന് അവനെ തുറച്ചു നോക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കാതെ പെണ്ണെ, ഈ ഉണ്ടക്കണ്ണിപ്പം പുറത്തു വരുവോ? പിന്നെ കാണാനൊരു മെലയും കാണില്ല. അവളുടെ ആ ഭാവം മനസ്സിലാക്കിയെന്ന പോലെ അവൻ കുറുമ്പോടെ പറഞ്ഞു. അതിന് നാണത്താൽ കലർന്ന പുഞ്ചിരി അവളുടെ ചൊടിയിൽ സ്ഥാനം പിടിച്ചു. ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ ആ നീല ഞരമ്പിൽ ഒന്ന് കടിച്ച് ഒന്നമർത്തി ചുംബിച്ചവൻ മുഖമുയർത്തി അവളെ നോക്കി. എന്റെ പെണ്ണെ, ഇങ്ങനെ നാണിക്കാതെടി, ഞാനത് കടിച്ചെടുക്കുവേ. അവൻ പ്രണയത്തിലുപരി മറ്റെന്തോ ഭാവത്തോടെ അവളോട് പറഞ്ഞതും അവന്റെ ആ തുറന്നു പറച്ചിലിൽ അവളൊന്ന് കുളിർന്നു പോയ പോലെ അവന് തോന്നി. ഇങ്ങനൊന്നും പറയാതെ. അവൾ നാണത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കാതെ എങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ചു. ഹേ ഭദ്രേ, എന്നെ മുഖത്തേക്ക് നോക്കടി. അവന്റെ വാക്കുകളിൽ പൂത്തൊലഞ്ഞു നിൽക്കുന്ന പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കി അത്രയും പ്രണയത്തോടെ അവൻ പറഞ്ഞു. അവന്റെ കുഞ്ഞിക്കണ്ണുകൾ അവളുടെ ഭാവത്തിൽ കൂടുതൽ വിടർന്നു പോയി. അവൻ അവളെ ടേബിളിൽ നിന്ന് ഇരു കൈകളിലും കോരിയെടുത്ത് വട്ടം കറക്കി. അവൾ ചിരിയോടെ അവനെ നോക്കി നിന്നു. അവളുടെ ആ ചിരിയിൽ അവന്റെ ചുണ്ടിലെ ചിരിക്ക് കാരണമായി. ഞൊടിയിടയിൽ അവന്റെ പുഞ്ചിരി മാറി അവിടെ പ്രണയമെന്ന വികാരം ഉടലെടുത്തു. അവൾ അവന്റെ മുഖത്തേക്ക് പ്രണയത്തോടെ നോക്കി. ഭദ്രേ, ഞാൻ നിന്നെ എൻ്റെ ജീവന തുല്യം പ്രണയിക്കുന്നു. അറിയാം, നിന്നോട് ചെയ്തതെല്ലാം തെറ്റു മാത്രമായിരുന്നു. വെറുപ്പായാലും പ്രണയമായാലും നിന്നോട് തോന്നുന്ന എന്ത് വികാരമാണെങ്കിലും ഞാനത് നിന്നോട് പ്രകടിപ്പിക്കും പെണ്ണെ. പക്ഷെ നിന്നോട് ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. ഒരിക്കലും എനിക്കതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. എങ്കിലും നീ എൻ്റെ പ്രണയം സ്വീകരിക്കില്ലേ? അവൻ അവളെ താഴെ നിർത്തിക്കൊണ്ട് മുട്ടുകുത്തിയിരുന്ന് അവളോട് തൻ്റെ പ്രണയം രണ്ടാമതായി പറയുമ്പോഴും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി മാത്രം നിറഞ്ഞു നിന്നു. തനിക്ക് അവനോട് ദേഷ്യം തോന്നിയിട്ടില്ല, പരിഭവം മാത്രം തോന്നിയിട്ടുള്ളൂ. എന്നായാലും തന്നിലേക്ക് തന്നെ അവൻ വന്നു ചേരും എന്ന ഹൃദയത്തിൽ നിന്നാരോ പറയുന്ന പോലെ അവൾക്ക് തോന്നിയിട്ടുണ്ട്. അതിലേറെ ഈ ഒരാളെ താൻ എന്നോ പ്രണയിച്ചിരുന്നു. അവൾ പുഞ്ചിരിയോട് ഓർത്തു. ഇഷ്ടമാണ് ഈ അസുരനെ ഞാൻ പ്രണയിക്കുന്നു, പ്രാണനായി കാണുന്നു. അവൾ പുഞ്ചിരിയോട് ഓർത്തു. എന്റെ ഭാര്യയെ എന്റെ കാല് വേദനിക്കുന്നു കേട്ടോ. ഈ റോസൊന്ന് പിടിക്കടി പെണ്ണെ. കയ്യിൽ കുറച്ച് റോസായി മുട്ടുകുത്തിയിരുന്ന് ഭാര്യ പ്രപ്പോസ് ചെയ്യുക നമ്മുടെ ചെക്കൻ. ഇങ്ങനെ ഇത്ര റൊമാൻറ്റിക് ആയിരുന്നോ? ചെടി നാണത്താൽ പുഞ്ചിരി മുട്ടിട്ട് അവൾ ഒരു ചിരിയോടെ ആ റോസാപ്പൂക്കൾ സ്വന്തമാക്കി. ഇനി ആരു വന്നാലും നിന്നെ നിന്ന് പോകില്ല എന്നതിൽ പരം അവനൊരു ഉറപ്പ് തന്നെ വേണ്ടായിരുന്നു. ഭദ്രേ, അവൻ വിളിച്ചു. ഇനി എന്താണെന്ന പോലെ അവനെ നോക്കി അവൾ. ദാ, ഇതൊരു സാരിയാ, ഇതൊന്നുടുക്കുമോ?
അവൾ അവനെ ഒരു സംശയത്തോടെ നോക്കി. എന്റെ പെണ്ണെ, നിന്റെ കെട്ടിയാൻ തന്നതല്ലേടി, ഇതിൽ ബോംബൊന്നുമല്ല, ഒരു സാരി. ഇത് സംശയിക്കാൻ എന്താ ഉള്ളേ? നീ ഒന്ന് പോയി ഉടുത്തേ പെണ്ണെ. അതെ ഏട്ടാ, ഈ രാത്രി എന്തിനാ ഇതൊക്കെ? അവൾക്ക് ചോദിക്കാതിരിക്കാനായില്ല. നിന്നെ അങ്ങ് റേപ്പ് ചെയ്യാൻ. എന്തേ? ചുണ്ടിലെളുപ്പിച്ച് ചിരിയോടെ മുഖത്തൽപ്പം കപട ഗൗരവം വരുത്തി അവൻ പറയുമ്പോൾ വായും തുറന്ന് അവനെ നോക്കി നിന്നുപോയി പെണ്ണ്. ഇവളെ ഇങ്ങോട്ട് പിടിക്കടി പെണ്ണെ. ഇനി ഇങ്ങനെ ബോധമില്ലാതെ നിന്നാലുണ്ടല്ലോ പെണ്ണെ, ഞാൻ തന്നെ ഉടുപ്പിക്കും. അത് വേണോ? അവൻ കുറച്ച് ഗൗരവത്തോടെ ചോദിച്ചതും ഭദ്ര അത് വാങ്ങി ബാത്റൂമിലേക്ക് ഓടിയതും ഒരുമിച്ചായിരുന്നു. ഇവിടിപ്പ എന്താ സംഭവിച്ചത് എന്ന് ജയ്ക്ക് മനസ്സിലാകും മുമ്പേ അവൾ ബാത്റൂമിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഈ പെണ്ണ്, ജയ് പറഞ്ഞുപോയി. അവൻ ചിരിയോടെ അവൾക്ക് കൊടുത്ത റോസിൽ നിന്ന് 1-2 പൊഴിച്ച് ബെഡിലേക്ക് ഇട്ടു. പിന്നെ അവളുടെ റൂമിലായിരുന്ന ക്യാൻഡിൽസ് കത്തിച്ചു വെച്ചു. മുറിയിൽ ആ വെളിച്ചം മാത്രം നിറഞ്ഞു നിന്നിരുന്നു. ബാക്കിയുള്ള ലൈറ്റ്സ് എല്ലാം ഓഫ് ആക്കിയിരുന്നു. അവൾ ബാത്റൂമിൽ നിന്നുകൊണ്ട് തന്നെ അവൻ തനിക്കായി ആദ്യമായി സമ്മാനിച്ച ആ സാരിയിലേക്ക് വിരലോടിച്ചു. അതൊരു ബ്ലാക്ക് കളർ നെറ്റ് സാരിയായിരുന്നു. അധികം വർക്കൊന്നും വരില്ലെങ്കിലും അവളുടെ സൗന്ദര്യം എടുത്തു കാണിക്കുന്ന ഒരു സാരി തന്നെയായിരുന്നു അത്. അതിൻ്റെ കൂടെ തന്നെ സാരിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അവൾ ആ സാരി ഭംഗിയോടുടുത്തു. കയ്യിൽ കറുപ്പ് നിറത്തിൽ കുപ്പിവളകൾ അണിഞ്ഞു. കഴുത്തിൽ അവൻ്റെ താലി മാത്രം. പിന്നെ കറുത്ത കുഞ്ഞിപ്പൊട്ട്, മുടി വിടർത്തിയിട്ടിട്ടുണ്ട്. കാതിൽ ചെറിയൊരു ജിമിക്ക് കമ്മലുണ്ട്. കണ്ണുകൾ അവൾ നീട്ടി എഴുതിയിട്ടുണ്ട്. ആ ബാത്റൂമിൽ തന്നെ ഒരുങ്ങാനും മുക്കിയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. അവൾ ഒരുങ്ങി ഇറങ്ങിയപ്പോഴേക്കും റൂം വളരെ മനോഹരമാക്കിയിരുന്നു അവൻ. അവൾ ബാത്റൂമിന്റെ വാതിൽ തുറന്നു. അവൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. താൻ നേരത്തെ പോയപ്പോഴുള്ള പോലെ അല്ല, അത്രയും മനോഹരമായി അവൻ ആ റൂം അലങ്കരിച്ചിരുന്നു. അവളുടെ നെഞ്ചിൽ കൊല്ലിയാൻ അടിച്ച പോലെ ഒരു ഫീലായിപ്പോയി. അവൾ പകപ്പോടെ അവനെ നോക്കി. അവൻ ബെഡിന്റെ ഹെഡ് ബോർഡ് ചാരിയിരുന്ന് അവളെ നോക്കുകയാണ്. അവളിൽ പരിഭ്രമം നിറഞ്ഞു നിന്നു. കണ്ണുകളിൽ പൊടുന്നൊരു പേടി നിറഞ്ഞു നിന്നു. അവളുടെ കാട്ടിക്കൂട്ടൽ അവൻ ആസ്വദിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ അവളെ വിളിച്ചു. ഭദ്രേ, അവൻ്റെ അടുത്തേക്ക് വിളിച്ചു. അവൾക്ക് പോകാൻ തോന്നിയില്ല. ഉള്ളിൽ എന്തോ നടക്കാനിരിക്കുന്ന പോലെ ഒരു ഫീൽ. അവൾ അങ്ങനെ നിന്നു. ഡീ, അവൻ അല്പം ദേഷ്യത്തോടെ വിളിച്ചു. അവൻ വിളിച്ചിട്ടും അങ്ങനെ നിൽക്കുന്ന പെണ്ണിനെ കാണെ അവനിൽ ദേഷ്യം വന്നുപോയി. അവിടെ നിന്ന് തിരുവാതിര കളിക്കാതെ ഇങ്ങോട്ട് വാടി പെണ്ണെ. അതൊരു അലർച്ചയായിരുന്നു. അവൾ പേടിയോടെ അവൻ്റെ അടുത്ത് വന്നു നിന്നു. അത് കണ്ട് അവന് പാവം തോന്നി. ഭദ്രേ, അവൻ വിളിച്ചിട്ടും അവൾ നോക്കിയില്ല. ഇതാ എനിക്ക് ഇഷ്ടമാകാത്തത്. ഞാൻ നിന്റെ ഭർത്താവല്ലേ പെണ്ണെ, നീ എന്തിനാ എന്നെ പേടിക്കുന്നത്? ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതല്ലേ, നിനക്ക് എന്നോട് എന്തും തുറന്നു പറയാം. അതുപോലെ എൻ്റെ ശരീരത്തിനായാലും എൻ്റെ മനസ്സിനായാലും എന്നേക്കാൾ അധികാരവും അവകാശം നിനക്ക് മാത്രമാണ് പെണ്ണെ. പിന്നിനി എന്തിനാ പേടിക്കുന്നേ? എന്നായാലും നമ്മൾ ഒന്നാകേണ്ടതല്ലേ? അവൾ അതിന് ആണെന്ന രീതിയിൽ തലയാട്ടി. അവൻ അവളെ കട്ടിലേക്ക് പിടിച്ചിരുത്തി. എന്നെ ഇഷ്ടമാണോ ഭദ്രേ? പെട്ടെന്നുള്ള അവന്റെ ചോദ്യത്തിൽ അവൾ ഞെട്ടി അവനെ നോക്കി. പറ പെണ്ണെ, അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ ഒന്നും പറഞ്ഞില്ല. അവളുടെ മൗനത്തിൽ അവന് ദേഷ്യം വന്നു. ഞാൻ പോകുക ശ്രീഭദ്ര. അത് പറഞ്ഞ് അവൻ പോകാൻ നിന്നതും അവന്റെ വലത് കൈയിൽ അവളുടെ പിടി വീണിരുന്നു. അവൻ ഒന്നും പറയാതെ അങ്ങനെ നിന്നു. തന്നോട് ദേഷ്യമായെന്ന് അവൾക്ക് തോന്നി. അവന്റെ കയ്യിൽ ചുരണ്ടിക്കൊണ്ട് അവൾ ജയെ വിളിച്ചു. അവൻ നോക്കിയതേയില്ല. പക്ഷെ ആ ചുണ്ടിൽ അവൾക്കായി മാത്രം പുഞ്ചിരി വിരിഞ്ഞു. അറിയാം പെണ്ണെ, നീ എന്നെ പോകാൻ തടയുമെന്ന് അവൻ കള്ളച്ചിരിയോടെ ഓർത്തു. ചുണ്ടിൽ കുസൃതി ഒളിപ്പിച്ച് ഗൗരവത്തോടെ അവളെ നോക്കി. എന്താ? ജയ് ചോദിച്ചു. അത് പിന്നെ ഏട്ടൻ ഇപ്പൊ പോകണ്ട. എനിക്ക് ഏട്ടനോട് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം. അവനെ നോക്കാതെ കൊച്ചുകുട്ടികൾ ചുണ്ടു പുലർത്തി പരാതി പറയുന്ന പോലെ പറയുമ്പോൾ അവന്റെ കുഞ്ഞു കണ്ണുകൾ വികസിച്ചു പോയി. ചൊടിയിൽ പുഞ്ചിരി ഈ പ്രാവശ്യം വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു. അവൾ പ്രണയം തുറന്നു പറയുന്നത് വരെ അവൾക്കായി ഞാൻ കാത്തിരിക്കും. അവളുടെ മനസ്സിൽ ഞാനുണ്ട്. തൽക്കാലം അത് മതി. അവൻ അവളുടെ അടുത്ത് വന്നിരുന്നു. ഭദ്രേ, അവൾ മുഖമുയർത്തി കണ്ണ് നിറച്ചവനെ നോക്കി. ഹേ പെണ്ണെ, കണ്ണ് നിറയ്ക്കാതെടി. ഞാൻ നിന്നെ വിട്ട് എങ്ങും പോകില്ല, പോരെ?
ആ വാക്കുകളിൽ അവൾ അവനെ ഇറുക്കെ പുണർന്നു. ഒരു നിമിഷം അവളൊന്ന് ഭയന്നുപോയി. അത് മനസ്സിലായി എന്ന പോലെ അവളുടെ പുറം തട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു. അവളൊന്ന് ഓക്കെ ആയതും അവളെ ഹെഡ് ബോർഡിലേക്ക് ചാരിക്കിടത്തിക്കൊണ്ട് പ്രണയത്തോടെ അവളോട് ചോദിച്ചു, ഭദ്രേ, നീ ഇന്ന് എന്നെ എതിർക്കരുത്. നിന്റെ സാന്നിധ്യം ഇന്ന് ഞാൻ അത്രയും ആഗ്രഹിക്കുന്നു. അവളുടെ കണ്ണുകളിലേക്ക് പ്രണയത്തോടെ നോക്കി അവൻ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ ഒന്ന് പിടഞ്ഞു പോയി. നമ്മുടെ കല്യാണം രണ്ടാമതൊരു പ്രാവശ്യം കൂടി നടത്തണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് ഭദ്രേ. നമ്മുടെ കല്യാണം നടന്ന സാഹചര്യം നമുക്ക് രണ്ടുപേർക്കും അറിയാം. മാത്രമല്ല, നമ്മളുടെ വിവാഹം നടന്നത് വീട്ടുകാർക്ക് പോലും അറിയില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ പെണ്ണിനെ താലി കെട്ടി എൻ്റേത് മാത്രമാക്കും. അന്ന് മാത്രമേ നമ്മൾ ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങൂ. അവൻ പ്രണയത്തോടെ പറയുമ്പോൾ അവൾ അവനെ ഇമചിമ്മാൻ മറന്നു നോക്കി നിന്നുപോയി. എന്താടാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അച്ചേട്ട, എൻ്റെ മനസ്സിലും ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ ചിന്തിക്കുന്ന പോലെ ഏട്ടനെ ചിന്തിക്കുമ്പോൾ എന്തോ വല്ലാത്ത സന്തോഷം തോന്നുന്നു. ആണോ? പൊടുന്നനെ ആ മുഖത്ത് അവളെ കൊതിക്കുന്ന ഒരു വികാരം അവനെ നിറഞ്ഞു നിന്നു. അവൻ പിന്നെയും അവളെ ചുംബിച്ചുണർത്തി. മൃദുലമായ വഴികളിലേക്ക് സഞ്ചരിക്കുന്നവന്റെ മുഖത്തിന്റെ ഭാവം പൊടുന്നനെ മാറി. അവളെ കൊതിക്കുന്ന അവളുടെ ഭാവം നിറഞ്ഞു നിന്നു. അവൾ ആ റൂമിലിരുന്ന സാധനങ്ങൾ ഓരോന്നായി വലിച്ചെറിഞ്ഞു. അവളുടെ കണ്ണുകളിൽ പക ആളിക്കത്തി. അന്ന് അവളെ ഞാൻ ഇല്ലാതാക്കിയതാ. ഇപ്പൊ അവളുടെ പേര് തന്നെ ഉള്ള ഒരുത്തി അവന് ഇഷ്ടമാണെന്ന് പോലും. ജയ് എൻ്റേത് മാത്രമാണ്. നിതാരയുടെ അലർച്ച ആ മുറിയിൽ പ്രതിധ്വനിച്ചു കേട്ടു. ഇതിനോടകം അവൾ അറിഞ്ഞിരുന്നു ജയ്ക്ക് ശ്രീഭദ്ര എന്ന പേരിൽ ഒരു കുട്ടിയോടുള്ള ഇഷ്ടം. ആ വാർത്ത ആകമാനം പടർന്നിരുന്നു. സത്യത്തിൽ ജയോട് തനിക്ക് എന്താ ഉള്ളത്? പ്രണയമാണോ? താര മനസ്സിൽ ചിന്തിച്ചു. നോ, അവനോടുള്ള ആഗ്രഹം അത് മാത്രമാണ്. വെറും മോഹം മാത്രം. പലരും തന്നെ അറിഞ്ഞിട്ടുണ്ട്. എങ്കിലും അവനോളം ഒന്നും വരില്ല. അവന്റെ രൂപം മനസ്സിലോർക്കവേ അവളിൽ നൊരഞ്ഞു പൊങ്ങി വരുന്ന വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ കയ്യിലേക്ക് ലഹരി കേട്ടിക്കൊണ്ടിരുന്നു. അവൻ ആദ്യം അറിയേണ്ടത് തന്നെ മാത്രമാണ്. അതിന് ഇത്രയും കാലം പട്ടിയെ പോലെ അവന്റെ കമ്പനി പണിയെടുത്തത് അവനെ നേടാൻ മാത്രം. ഒരു ദിവസത്തേക്കെങ്കിലും നിന്റെ രുചി അറിയണം. താര ഓരോന്ന് പുലമ്പിക്കൊണ്ടിരുന്നു. ഹരി വീട്ടിൽ ചെന്നെങ്കിലും ജയയുടെയും ശ്രീയുടെയും വിവാഹ കാര്യം അവൻ ആരോടും പറയാൻ നിന്നില്ല. അതുകൊണ്ട് ജിത്തു ആ കാര്യം അറിഞ്ഞതുമില്ല. തന്റെ മുറിയിൽ അഗിയെ വിളിക്കുകയാണ് ജിത്തു. അഗി, നാളെ തന്നെ ആ ആഞ്ജനെ വിളിക്കണം. മറുതലത്തിൽ നിന്ന് ഓക്കെ പറഞ്ഞതും ജിത്തുവിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. ഞാൻ വരികയാണ് ശ്രീഭദ്ര. അതിന്റെ ആദ്യ പടി ആ ആഞ്ജനയിലായിരിക്കും. മനസ്സിൽ ശ്രീയുടെ മുഖം തെളിയവേ അവന്റെ കീഴ്ചുണ്ട് തനി ഒന്ന് നുണഞ്ഞുകൊണ്ട് പുച്ഛത്തോടെ ഒന്ന് ചിരിച്ച് ബെഡിലേക്ക് ചാഞ്ഞു. എന്നാൽ മറ്റൊരിടത്ത് അഗ്നി ബാൽക്കണിയിൽ നിന്ന് ദൂരേക്ക് നോക്കി നിന്നു. ജയ് അവളെ ഇഷ്ടപ്പെടാതെയാണ് വിവാഹം കഴിച്ചത്. മാത്രമല്ല, ഈ ഇടയ്ക്കാണ് ശ്രീഭദ്രയാണെന്ന് അവൻ തിരിച്ചറിയുന്നത് തന്നെ. എന്റെ പെണ്ണ് ഒരുപാട് അനുഭവിച്ചു അവനിൽ നിന്ന്. ഇനി അവന്റെ കൂടെ നിർത്തുന്നത് ശരിയല്ല. എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ എത്തിക്കണം. അവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് റെയിലിങ്ങിൽ പിടിമുറുക്കി. അപ്പോഴാണ് അവന്റെ ഫോൺ ബെല്ലടിച്ചത്. നോക്കുമ്പോൾ അത് പിന്നെയും പ്രൈവറ്റ് നമ്പർ ആയിരുന്നു. അവൻ ദേഷ്യത്തോടെ ഫോൺ അവിടെ കിടന്ന സോഫയിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെയും തുടർച്ചയായി ആ നമ്പറിൽ നിന്ന് കോളുകൾ വന്നുകൊണ്ടിരുന്നു. നാശം, അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് റൂമിലേക്ക് നടക്കാൻ ഒരുങ്ങിയപ്പോൾ പിന്നെയും കോൾ. അവന് തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല.